അയാളാകെ വയലൻ്റ് ആയിരുന്നു. ആക്രമിക്കപ്പെട്ട പോലീസുകാരന് പരിക്കുമുണ്ട്. കുറേ കാലമായിട്ട് അയാളെ ഞങ്ങൾ വാച്ച് ചെയ്യുക. സോ അയാളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നതും അതുവഴി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതും പലതവണ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ നിയമം ആ പഴുതടക്കില്ലേ. അയാളുടെ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം സർ. ഉത്തരവാദിത്വമുള്ളൊരു പട്ടാളക്കാരനാണ് നിങ്ങൾ. ഞങ്ങളുടെ നടപടികളെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് അയാളെ മർദ്ദിക്കേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞ് അയാൾ കരയായിരുന്നു, അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. അതാണ് നിങ്ങളെ വിളിച്ചു നിർത്താൻ കാരണം. നിങ്ങൾക്ക് അയാളെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ശരവണ സർ, ശരവണ, അവരിതുവരെ തിരിച്ചെത്തിയില്ലേ? ഇല്ല സർ. അവിടെ എന്നാ നടക്കണമെന്ന് തെരിയല്ല. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിരിക്കും, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ടും അവരെ കണ്ടില്ലെങ്കിൽ ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയി നോക്കാം. ശരി സർ. സർ, സർ, நீங்க இதுவரைக்கும் நித்யா மேடத்துக்கிட்ட பேசல? ഇല്ല ശരവണ, ഞാനിതുവരെ മുമ്പിലേക്ക് പോയില്ല. அவர் கரையில சார். நல்ல தைரியமா உட்காந்துருக்கு. அதனால உள்ளுக்குள்ள இருக்கிற விஷமம் நமக்கு புரியல സാർ. എനിക്കറിയാം ശരവണ, നിത്യയെപ്പോലൊരു പെൺകുട്ടി നേരിടേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്. അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ശാന്തമായൊരു ജീവിതം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. പറഞ്ഞിട്ടെന്ത് കാര്യം? சார், நீங்க போய் அவரோடு கொஞ்சம் பேசுங்க சார். நாங்க எல்லாரும் அவரோடு என்ன சொன்னாலும் அதுக்கப்புறம் அவருக்கு ஒரு நிம்மதி கிடைக்கணும்னா நீங்க தான் பேசணும். போய் பேசுங்க சார். ശരവണ, ഞാനത് ചെയ്യാത്തത് എൻ്റെ ഈഗോ കൊണ്ടൊന്നുമല്ല. ഈ മനസ്സിന് മുറിവേറ്റ് നിൽക്കുന്ന അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളൊരു മടിയുണ്ടാ. ഞാൻ അയാളുടെ മുമ്പിൽ ചെന്നിരുന്നാലും ഈ വാക്കുകളൊക്കെ മുറിഞ്ഞു പോത്തേ ഉള്ളൂ. സാർ, அப்படின்னா அப்படி ஒரு வாட்டி போய் பாருங்க சார். சார், அவர் என்னோட தங்கச்சி சார். இந்த நிலைமையில அவரை எனக்கு பார்க்க முடியாது சார். கொஞ்சம் சமாதானப்படுத்துங்க சார். சார், ஜீவன் அந்த மாதிரி எல்லாம் பண்ணிய போது அவரு உங்களை அவாய்ட் பண்ணியாச்சு. അതൊന്നും മനസ്സിൽ വെക്കാതെ മന്നിച്ച് പേശുങ്ക സാർ. അമ്മ വന്നാച്ച്. ഞങ്ങളൊന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. നന്നായി. ഒരേ മനസ്സുള്ളവര് പരസ്പരം സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. എന്തിനാ പോലീസുകാരെ വിളിപ്പിച്ചത്? എന്റെ മകന് അമ്മയെ കാണണം. അവൻ എന്റെ മുൻപിൽ കരഞ്ഞു. ജാമ്യത്തിലെടുത്ത് കൂടെ കൊണ്ടുപോകാൻ കാല് പിടിച്ചു കരഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനൊരു ചലനം ഉണ്ടാക്കാൻ അവന് പറ്റിയില്ല. എന്നിട്ട് അവസാനം തനി നിറം പുറത്തിറക്കുകയും ചെയ്തു. ഞാൻ അവനോട് നിയന്ത്രണം വിട്ട് സംസാരിച്ചത് ഇന്നാണ് ഹരി. എവിടെ പോയാലും തിരിച്ചെത്തൂന്ന് അവൻ പറഞ്ഞു.
തിരിച്ചെത്തിയ അവനെ കൊല്ലുന്നു ഞാനും. என்ன சார் സ്റ്റേഷനുള്ളിൽ ഇരുന്നിട്ട് ഇവളു ധൈര്യമാ? കൊല്ലാൻ കൈ വിറയ്ക്കാത്തവനല്ലേ. അവനെന്ത് മനപ്രയാസം. അമ്മേ, ഓർമ്മയുണ്ടല്ലോ നിനക്ക്? നമ്മളെ കൊല്ലാൻ വേണ്ടി ആയുധം എടുത്ത് നടന്നപ്പോൾ പോലും മോനെന്ന് വിളിച്ച് ഇങ്ങടിയിൽ കിടത്തിയിട്ടുണ്ട്. പാട്ടുപാടി ഞാൻ ഉറക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴെങ്കിലും അവനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷയില്ല. എനിക്ക് വേണ്ട അവനെ. ഈ ജന്മത്ത് ഇനി ഒരിക്കലും എനിക്കവനെ വേണ്ട. അമ്മേ, നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനിയുള്ളത് കോടതിയുടെ തീരുമാനമാണ്.